നമസ്കാരം. തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോന് മുടക്കു ദിവസമാണ്, ശനിയാഴ്ചയാണ്. അപ്പോൾ രാവിലെ തൊട്ട് അവന് ചെരുപ്പ് വേണം, ആനനെ കാണാൻ പോകണം, കുറച്ച് കറങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൈം എന്നോട് വന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവനൊന്ന് പുറത്തേക്ക് ഇറക്കി അതൊന്ന് കുറച്ച് ചെരുപ്പ് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാനും അങ്ങനത്തെ പരിപാടികൾക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പറ്റാവുന്ന ആൾക്കാരുകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, അപ്പം ഒന്ന് കണ്ടു നോക്ക്. ഇപ്പൊ പോണ്ടറാ, പിന്നെ പോവാടാ. ഏത് ആനനെ കാണാൻ പോണക്ക്? ഏതെങ്കിലും ഇവിടെ ആന, അവിടെ ആന ഉണ്ടാവാ? സമാജത്തിന്റെ അവിടെയാ? ഞാൻ വയ്യട, അച്ഛന് വയ്യ, ചൂടല്ലേ. ഉച്ചക്കാ? നട്ടുച്ചക്ക് പോണ്ടേ? ഉച്ച തിരിഞ്ഞിട്ടാ? ഉച്ച തിരിഞ്ഞിട്ട് വേറെ വല്ല പരിപാടി ഉണ്ടാവും. നമുക്ക് ഇപ്പൊ പോയാൽ നോക്കാൻ വേണമെങ്കിൽ ഉണ്ടോന്നല്ലേ? അതല്ല, ഞാനേ വേറെ ഒരുത്തേക്ക് നിന്നെ കൊണ്ടുപോയില്ല കേട്ടാ. വേറെ ഒരുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോയില്ല, ആനരെ തീ മാത്രം കൊണ്ടുപോകും. ചെരുപ്പും ബോളാ? എന്തൊരു ചെരുപ്പ്? ഷോർട്സ് എന്തിനാണ്? അപ്പൊ രണ്ട് ചെരുപ്പില്ലേ? ആദ്യം ഞങ്ങളിപ്പോ ഇത് ആനനെ കാണാനാട്ടാ. രണ്ടും നല്ല സൗമ്യമായിട്ടുള്ള ആനകൾ, രണ്ടെണ്ണത്തിനെ നമ്മുടെ സമാജം സ്കൂളില്ലേ അതിന്റെ അടുത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. ആരോമലും മണികണ്ഠനല്ലേ, അതിനെ പോയി കാണാനാ പോയ. അടിപൊളി ആനോളാ. ഞാനിങ്ങോട്ട് വരുന്നേക്കാളും മുന്നേ ഞാൻ അവനോട് പറഞ്ഞു, ആനോളൊക്കെ ഇടയിണ്ടാ, നമുക്ക് പോണ്ടാ എന്നൊക്കെ പറഞ്ഞു. ആനോളെ നമ്മളെ കാണുമ്പോൾ അടയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിന്നെ വിളിക്കണ്ട്. ആനനെ പൂരൊക്കെ കഴിഞ്ഞ് കൊണ്ട് കെട്ടിയിരിക്കുന്ന കേട്ടാ. പൂരങ്ങളടുത്ത് പൂരങ്ങളൊക്കെ ഉണ്ട്. പാപ്പാന അടുത്തുണ്ട് കേട്ടാ. നിങ്ങൾ വിചാരിക്കും ആനനെ അടുത്ത് പോയി കാണുന്നത്. പാപ്പാനൊക്കെ അടുത്തുണ്ട്. കുട്ടിയുണ്ട് അവിടെ, അടുത്തുണ്ട്. നിറയെ പാപ്പന്മാരുണ്ട് അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനനെ കെട്ടിയ കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണല ഇപ്പൊ പരിപാടി. ഇന്നലെ അവിടെ ഒരു അക്രമേല് പ്രസാദ്, അങ്ങനെ കുറെ ആനകള്, കുളമാക്കില് ഗണേശൻ, അങ്ങനെ കുറെ ആനകൾ ഇവിടെ വന്നുട്ടോ. കുറെ ആനകൾ വന്നു. പരമാവധി ആനകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഈ പൂരത്തിന്റെ സീസൺ ആയതുകൊണ്ട് ഇവിടെ ആനകളെ കൊണ്ടൊന്ന് കെട്ടി കൊടുക്കുക. ഇവിടെ പാട്ടത്തിനൊക്കെ എടുക്കേണ്ട ആൾക്കാര്, അവര് ആനകളാണ്. മണികണ്ഠനല്ലടാ, ആനയുടെ ഓല ഡാൻസാ അവിടെ. ആരോമലുണ്ടോ അവിടെ? ആരോമല നോക്കിട്ട് വരാം അല്ലേ? ആരോമലല്ലേ ആനേ? എന്ത് ഡാൻസ്? ഓല ഡാൻസാ. ചെറിയൊരു ആനക്കുട്ടിയാട്ട ആരോമല്, പക്ഷെ അടിപൊളി ആനയാ. ആ ആട്ടം ചാട്ടൊക്കെ ചെറുപ്പത്തിന്റെ കേട്ടോ. പക്ഷെ അവൻ തിടം പേറ്റ് കഴിഞ്ഞാണ്ടല്ലോ, ആന സൈലന്റാ. നല്ല കൊമ്പുകളാണ്. അവൻ വലുതാവാനുണ്ട്, എന്നാലും കാണുമ്പോ കുറുമനാന്ന് തോന്നും. പക്ഷെ ആള് പച്ചപ്പാവാ. ആനന്റെ ഭംഗി തന്നെ. കുട്ടിയാനെ ഓരോ ആരോമലിനെ ഞങ്ങൾ കുറച്ചേരം ആനയുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മുഴുവനായിട്ട് വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. വേറെ സ്ഥലത്തിന് വല്ലടത്ത് ആനയുണ്ട? ആനയുണ്ടോ നോക്കല്ലോ. കാരമുക്കിന്റെ അടുത്തൊക്കെ ആയിട്ട് കുറെ സ്ഥലങ്ങളിൽ ആനകളെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ആനി ഉണ്ടാവും, ഇവിടെ ആനി ഉണ്ടാവും എന്നൊക്കെ എന്നോട് പറയും. നമുക്ക് അങ്ങോട്ട് പോവാന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആരോമലിനെ അല്ല, കൊമ്പ് നല്ല ഭംഗിയുണ്ട് അല്ലേ? എന്നിട്ട് കുട്ടിക്കൊമ്പ
നമുക്ക് അപ്പുറത്ത് ആ മണികണ്ഠനാണ് കുളമാക്കിൽ ഗണേശൻ എന്ന് പറഞ്ഞ ആന അവിടെ ഉണ്ടായിരുന്നു. കുളമാക്കിൽ ഗണേശനെ നമ്മൾ മുമ്പ് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നടാ. അത് നല്ല ആനയില്ല അതിപ്പോ പൂരത്തിന് ഇപ്പൊ കൊടുക്കുക. സൂപ്പർ ആന ഉള്ളല്ലോ, പാവങ്ങളാ. എടാ ഒറ്റയ്ക്കൊന്നും ഇരിക്കണ്ടോ അവിടെ. പാപ്പ വേണ്ട പാപ്പ. മണിയണ്ണാന ഭയങ്കര സൈലന്റ് ആനയാട്ടാ. എന്താണെങ്കിലും അറിയില്ല, പാവം പിടിച്ചൊരു ആനയാ. നല്ല അനുസരണയുള്ള ആനയും. അവിടെ ആ പറമ്പിന്റെ അടുത്തുള്ള ഒരു കുട്ടീനെ കേട്ടോ, അവന് ആനനെ ഭയങ്കര ഇഷ്ടമാവും. എല്ലാ ആനരെയും കാണാൻ വരും. അവൻ വന്ന ആനകളെ കുറിച്ചൊക്കെ ഞങ്ങളോട് പറയാം. 10-15 ആന വന്നു നോക്കിട്ട് പറയണം അവനോട്. പറമ്പിൽ വന്ന് പെട്ട പോവാ അങ്ങനെ ആയിട്ട്. അവന് ഇന്നലെ ഒരു ആന വന്നിട്ടുണ്ടായിരുന്നു, മിണിഞ്ഞാന്ന്. ഇടയ്ക്കിടയ്ക്ക് ആനകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. കുറെ അടിപൊളി ആനകളെ കൊണ്ടുവന്ന് അവൻ പറയുന്നു ഇപ്പല്ലോ. അക്രമേല് പ്രസാദ് അല്ലേ? അക്രമേല് പ്രസാദ് എന്നല്ലേ പേര്? പേര് നിന്ന അക്രമേലല്ലേ? ആന പൂരത്തിന് പോയിന്ന്. ആനോട് ടാറ്റ പറഞ്ഞ ഇതിനോട് ടാറ്റ പറയുന്ന എന്നോടാ. നിന്നോട് ശരി എന്ന് പറയുന്നതാ. ടാറ്റ തലാട്ടിട്ട് ശരിയിട്ടത്. ഞങ്ങള് കുറച്ചേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ആനനെ കണ്ട് കുറച്ചേരം ടാറ്റയ്ക്ക് പറഞ്ഞു, ആനോട് ടാറ്റയ്ക്ക് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പോന്നുട്ടാ. പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. വണ്ടിയില് പോകുമ്പോ എന്നെ അറിയുന്നൊരു പയ്യന്റെ അവിടെ കടയിൽ കയറി. അപ്പൊ അവന്റെ വണ്ടി കയറിയിട്ട് വണ്ടിയുടെ വിലയൊക്കെ ചോദിക്കാം. അപ്പൊ അവനതിൻ്റെ ഇരുന്ന് വണ്ടിയില് വെറുതെ വില ചോദിച്ചതാ. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കണ്ടു. അപ്പൊ അവന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വണ്ടിയുടെ മുകളിൽ കയറി ഇതിന്റെ ആള്. നല്ല വണ്ടികള് അടിപൊളി വണ്ടികളാ. ഞാൻ കേരള ബാക്സിൽ കയറിയിട്ട് ചെരുപ്പ് എടുക്കാൻ കയറി. അവിടെ പോയി ചെരുപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കിട്ടി. അപ്പോൾ അത് എടുത്തു, എന്നിട്ട് അങ്ങോട്ട് പോന്നു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു ബോളും മഞ്ചു. വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല. ഇത്രയൊക്കെ തന്നെ വീഡിയോ. ബോള് വാങ്ങിച്ച നമ്മള് ബോളും മഞ്ചില്ലേ? പിടിച്ചോ. ഒരുമിച്ചല്ല അത്. അതിലിട്ടോ അത് ചെരുപ്പിടണല്ലോടപ്പാ. ചെരുപ്പിടണില്ല. പഴയ ചെരുപ്പ് ബാഗിലാക്കിയിട്ട് പുതിയ ചെരുപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഒരു ചെറിയ കൺഫ്യൂഷൻ ആണ്, പുതിയത് ഇടണോ പഴയത് ഇടണോന്ന്. ഞാൻ പുതിയത് ഇട്ടോളാൻ പറഞ്ഞപ്പോ പുതിയതൊക്കെ ഇട്ടു. കാവടിക്ക് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ആവട്ടെ, പരിപാടി ഇപ്പൊ എന്തായാലും ഒന്ന് കറക്കം കറിയുമ്പോ ആൾക്ക് സമാധാനമായി. നല്ല അവിടെ ഞങ്ങൾ പോകുന്നുട്ടോ. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും വീഡിയോ കാണാം. ചെറിയ വീഡിയോ ആണ്. അപ്പൊ ബൈ ബൈ. ശരിട്ടെന്നാ. വീഡിയോക്ക് താഴെ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടാ.